ഇപ്പോൾ ശബരിമല വിശ്വാസം വിശ്വാസികൾ എന്നൊക്കെ പറഞ്ഞാൽ അത് സംഘപരിവാറിന് അതൊക്കെ വിട്ടുകൊടുക്കണോ? ശബരിമലയിൽ വരുന്ന കേരളത്തിലെ ഈ അയ്യപ്പ ഭക്തരൊക്കെ BJP-കാരാണോ? അവിടുത്തെ വിഷയങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതില്ലേ? ഇവിടെ ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയം എന്താ? ശബരിമലയിൽ പോലും ഞങ്ങൾ ഈ പറയുന്ന മതേതരത്വത്തെക്കുറിച്ച് പറയാൻ ശ്രമിക്കുന്നത്. ഈ വാവർ സ്വാമിയുടെ സന്നിധാനത്തിനെതിരെ സംഘപരിവാർ നടത്തുന്ന ആക്രമണങ്ങളുണ്ട്, യോഗി ആദിത്യനാഥ് അവിടെ വരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ പറയുന്നുണ്ടെന്നേ. ഇത് തെറ്റായ നറേറ്റീവാണ്. ശബരിമലയെക്കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ ഗുണഭോക്താവാകാൻ പോകുന്ന BJP അങ്ങനെയൊന്നും ഇല്ലാന്നേ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എന്താ സംഭവിച്ചത്? അത് UDF-ന് അതിൻ്റെ വോട്ട് കിട്ടിയിട്ടില്ല. ഇവിടെ സംഘപരിവാർ വിചാരിക്കുന്നത് എന്താ? സംഘപരിവാർ ഇപ്പോൾ ബഹുമാന്യനായ അദ്ദേഹം ദാമോദർ പ്രസാദ് അദ്ദേഹം പറഞ്ഞത് എന്താ? പ്രാദേശികമായിട്ട് BJP ഇതൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ ഇവിടെ കോൺഗ്രസ് UDF നടത്തിയതുപോലെ ശബരിമല വിഷയത്തിൽ സംഘപരിവാർ സമരത്തിന് ഒരുങ്ങിയിട്ടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? ഇവിടെ കോൺഗ്രസിൻ്റെ ആളുകൾ ജയിലിൽ പോയിട്ടുണ്ട്. പക്ഷേ BJP ഇപ്രാവശ്യം പേരൊരു സമരം നടത്തി പിൻവാങ്ങുകയായിരുന്നു. അത് ശബരിമലയെ കുറിച്ചുള്ള സംഘപരിവാർ നറേറ്റീവ് എന്താണ് എന്ന് ചില കാര്യങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ അല്ലാതെ നമ്മളും കാണുന്നുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് അറിയോ? അവർ പിണറായി വിജയനെയോ CPM-നെ അല്ല കുറ്റപ്പെടുത്തുക, ഇടത് വലത് മുന്നണികൾ ഭരിച്ച് മുടിക്കുന്ന ക്ഷേത്രങ്ങൾ, അതാണ് അവിടുത്തെ നറേറ്റീവ്. അല്ല, അവരുടെ ആ നറേറ്റീവ് അല്ലല്ലോ UDF-ന്റെ നറേറ്റീവ്. അതാണ് അതിൽ വ്യത്യസ്തം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശബരിമല CPM അതിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇത്തരം കാര്യം നടക്കുമ്പോൾ അത് BJP ആ വിഷയം ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ മാറി നിൽക്കണോ? അത് ആർക്കാണ് ഉപകാരപ്പെടുക? ഞങ്ങളതിനെ അഡ്രസ്സ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഞങ്ങളത് അഡ്രസ്സ് ചെയ്യുന്നു. ശബരിമല നടക്കുന്ന സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പറയുന്നു. അതിൻ്റെ കൂട്ടത്തിൽ യോഗി ആദിത്യനാഥിനെ പോലുള്ള ആളുകൾ അവിടെ വന്നതിനെ കുറിച്ച് പറയുന്നു. ഈ സംഘപരിവാറിൻ്റെ സംശയകരമായ മൗനത്തെക്കുറിച്ച് പറയുന്നു. ഞങ്ങളുടെ ശരിയാണ് രാഷ്ട്രീയമായ ശരിയെന്ന് കാലം തെളിയിക്കുന്നത്. കാരണം അതിൻ്റെ അനുഭവം മുന്നിലുണ്ട്. അല്ലെങ്കിൽ ശബരിമല പോലൊരു വിഷയം വരുമ്പോൾ അത് സംഘപരിവാർ അങ്ങോട്ട് വിമർശിക്കട്ടെ, നമ്മളതിൽ തൊടില്ല എന്ന് പറഞ്ഞാൽ അത് ആത്യന്തികമായി ഗുണം ചെയ്യാൻ പോകുന്നത് ആർക്കാ? സംഘപരിവാറിനാ. സംഘപരിവാറിന് ഇപ്പോൾ ഞങ്ങളോടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എന്താ? ഇത് കോൺഗ്രസിനെ കൂട്ടി വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ശബരിമല സമരകാലത്ത് പോലും ഇവിടെ കോൺഗ്രസ് എടുത്തൊരു നിലപാടാണല്ലോ ശരിയെന്ന് തെളിയിച്ചില്ലേ? CPM എന്താ ചെയ്തത്? CPM ഒരു വശത്ത് നവോത്ഥാനത്തിൻ്റെ പേര് പറഞ്ഞു, മറുവശത്ത് ഈ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട രാഹുൽ ഈശ്വർ തന്നെ പറഞ്ഞത് എന്താ? ഈ ഇവിടുത്തെ പത്മകുമാർ അടക്കമുള്ള ആളുകൾ BJP-യുടെ സമരം ചെയ്യുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കും വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഇവിടെ കൃത്യമായ ക്ലാരിറ്റിയുള്ള നിലപാടെന്ന് പറയുന്നത് വിശ്വാസത്തെയും വിശ്വാസികളെയും സംഘപരിവാറിന് വിട്ടുകൊടുക്കരുത് എന്ന് പറയുന്നത് ഞങ്ങളുടെ നിലപാടാണെന്നേ. ഇവിടെ ഞാൻ ഒരു കാര്യം അജിംസിനോട് ആവർത്തിച്ച് പറയാം. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 2 സർക്കാരുകൾ നടത്തുന്ന RSS പ്രീണനാണെന്നേ. അത് വിദ്യാഭ്യാസ വകുപ്പിലോ PMശ്രീയിലോ പരിമിതപ്പെടുന്ന ഒന്നാണോ? ആഭ്യന്തര വകുപ്പ് RSS-ന്റെ ഉപകരണമായി. ആഭ്യന്തര വകുപ്പും ആരോഗ്യ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും കൃഷി വകുപ്പും RSS അജണ്ടകൾ നടപ്പിലാക്കുന്ന വിഭാഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. RSS-ന്റെ സ്ലീപ്പർ സെല്ലുകൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം അങ്ങ് പറഞ്ഞ് അതിനെ പ്രതിരോധിച്ച് കളയാമെന്നാണ് ഇവിടെ CPM വിചാരിക്കുന്നത്. അത് നടക്കില്ല എന്നാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം വിലയിരുത്തട്ടെ. ഞങ്ങൾ അതിനകത്ത് എന്ത് ചെയ്തു, സമാനമായ കേസുകളിൽ CPM എന്ത് ചെയ്തു എന്നുള്ള താരതമ്യം ജനങ്ങൾ നടത്തട്ടെ. ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ചർച്ച ചെയ്യുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ചർച്ച ചെയ്യുന്ന ഡിബേറ്റുകളിൽ കോൺഗ്രസിൻ്റെ KPCC-യുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ ശബരിമല ചർച്ച ചെയ്യുന്ന എത്രയോ സമയങ്ങൾ ബഹിഷ്കരിച്ചു. ഇവർ വിചാരിക്കുന്നത് എന്താ? ശബരിമല അങ്ങ് വരുമ്പോൾ അല്ലെങ്കിൽ ഈ CPM-ന്റെ സംഘപരിവാർ അനുകൂല നിലപാടുകൾ വരുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വെച്ച് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കില്ലാന്നേ. രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ച ചെയ്തോ, എത്ര വേണമെങ്കിലും ചർച്ച ചെയ്തോ. പക്ഷേ അതിനും എത്രയോ ഇരട്ടി, എത്രയോ പ്രഹരശേഷിയുള്ള വിഷയമായി മറ്റു വിഷയങ്ങൾ അവിടെ പൊന്തി തന്നെ നിൽക്കും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ സംവിധാനത്തിൻ്റെ വിഷയമല്ലല്ലോ. ഒരാൾക്ക് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കെതിരെ കേസെടുത്തു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കേണ്ട നിലപാട് രാഷ്ട്രീയ പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഇനി സർക്കാർ സ്വീകരിക്കേണ്ടത് സർക്കാർ സ്വീകരിച്ചോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ഓഡിറ്റ് ചെയ്യാതിരിക്കുന്നതിനൊരു കാരണമായി ഈ വിഷയം മാറാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി.